ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങൾക്ക് ചിറകുവയ്ക്കാൻ പുത്തൻ വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ. അതായത് ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സുപ്രധാനമായി പങ്കുവഹിക്കുന്ന സിവിൽ ആണവോർജ സഹകരണത്തിൽ റഷ്യ എത്തിയത് പുതിയ വാഗ്ദാനവുമായി. റഷ്യൻ ആണവ വ്യവസായത്തിന്റെ 80-ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിലാണ് റോസാറ്റം ആഗോളവേദിയിൽ ഈ തന്ത്രപരമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയം നിർമ്മിച്ചു നൽകുന്ന റഷ്യൻ സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷനായ റോസാറ്റ് വലുതും ചെറുതുമായ ആണവ നിലയങ്ങളുടെ നിർമ്മാണത്തിൽ പ്രാദേശികവൽക്കരണം നടപ്പിലാക്കാൻ ഇന്ത്യക്ക് സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇന്ത്യയുടെ ശക്തമായ വ്യാവസായിക ശേഷികൾ ഉപയോഗിച്ച് ആണവ നിലയങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണം രാജ്യത്തിനകത്ത് തന്നെ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാഗ്ദാനം. സമാധാനപരമായ ആണവോർജത്തിന്റെ ഭാവി ചർച്ച ചെയ്യുന്നതിനായി വിയറ്റ്നാമിൽ നടന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ 69ാമത് വാർഷിക സമ്മേളനത്തിനിടെയാണ് റോസാറ്റം ഡയറക്ടർ ജനറൽ അലക്സി ലിഹാച്ചോവ് ഇന്ത്യൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടംകുളം ആണവ നിലയത്തിന്റെ നിർമ്മാണ പുരോഗതി ചർച്ച ചെയ്തതിനു പുറമെ റഷ്യൻ രൂപകൽപ്പനയിലുള്ള റിയാക്ടറുകൾ ഇന്ത്യയിൽ തുടർന്നും സ്ഥാപിക്കാനുള്ള സാധ്യതകളും ചർച്ചയായി. ഈ പുതിയ വാഗ്ദാനം ഇന്ത്യയുടെ ആണവ സാങ്കേതിക സ്വാശ്രയത്തിന് കരുത്തു പകരുകയും ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവോർജ സഖ്യങ്ങളിലൊന്നായി ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യുമെന്ന സുപ്രധാന നയതന്ത്ര നീക്കമാണ്. സെപ്റ്റംബർ 15 മുതൽ 20 വരെ വിയറ്റ്നാമിൽ നടന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ 69ാമത് വാർഷിക സമ്മേളനത്തിനിടെയായിരുന്നു ഈ സുപ്രധാനമായ വാഗ്ദാനം റഷ്യ മുന്നോട്ട് വെച്ചത്. റോസാറ്റത്തിന്റെ ഡയറക്ടർ ജനറൽ അലക്സി ലിഖാവോ ഇന്ത്യൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. റോസാറ്റത്തിന്റെ തന്ത്രപരമായ പങ്കാളികളിലൊന്നാണ് ഇന്ത്യ. സമാധാനപരമായ ആണവോർജ സഹകരണം വികസിപ്പിക്കുന്നതിനായി ചർച്ചകൾ കേന്ദ്രീകരിച്ചിരുന്നത്. ഇന്ത്യയുടെ ശക്തമായ വ്യാവസായിക ശേഷികൾ ഉപയോഗിച്ച് ചെറുതും വലുതുമായ ആണവ നിലയ പദ്ധതികൾ പ്രാദേശികവൽക്കരിക്കുന്നതിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് വാഗ്ദാനം നൽകിയത്. കൂടംകുളം ആണവ നിലയത്തിലെ ആദ്യഘട്ടത്തിൽ റോസാറ്റം ഇതിനകം 2 യൂണിറ്റുകൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലുമായി നിർമ്മാണത്തിലിരിക്കുന്ന 4 യൂണിറ്റുകളുടെ പുരോഗതി ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഇതിനു പുറമെ റഷ്യൻ രൂപകൽപ്പന ചെയ്ത വലുതും ചെറുതുമായ ആണവ നിലയങ്ങളുടെ തുടർച്ചയായ നിർമ്മാണം ഉൾപ്പെടെയുള്ള കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകളും ചർച്ചകൾ വിഷയമായി. ഇന്ത്യൻ വ്യാവസായിക മേഖലയുടെ ശേഷി ശക്തിപ്പെടുത്തുന്നതിലൂടെ ആണവ നിലയങ്ങളുടെ ഘടകങ്ങൾ രാജ്യത്തിനകത്തു തന്നെ നിർമ്മിക്കാൻ സഹായം നൽകുക എന്നതാണ് പ്രാദേശികവൽക്കരണം കൊണ്ട് റോസാറ്റം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യയുടെ ആണവോർജ സ്വാശ്രയത്തിന് വലിയ ഒരു ഊർജം പകരുന്ന ഒരു വാഗ്ദാനം കൂടിയാണ്. അന്താരാഷ്ട്ര ആണവോർജ സഹകരണത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിൽ റോസാറ്റം നിർമ്മിക്കുന്ന ആണവ നിലയത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യയുമായി നേരത്തെ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. റോസാറ്റത്തിന്റെ ഈ പുതിയ വാഗ്ദാനം സാങ്കേതിക കൈമാറ്റം ഉൾപ്പെടെയുള്ള സഹകരണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കും അവസരം നൽകുന്നത് കൂടിയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച